ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തോരനാണ്. ഒരു ദിവസം ഒരു പച്ചക്കറി ഇല്ലാണ്ട് തട്ടിക്കൂട്ടി ഞാനൊരു ഉപ്പേരി ഉണ്ടാക്കി. ഉപ്പേരി എന്ന് വെച്ചാൽ തോരൻ കേട്ടോ. പക്ഷേ ആ തോരൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് 2 ഉരുളക്കിഴങ്ങും ഒരു പച്ചക്കാഴിയാണ്. പിന്നെ അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറയാം. നമുക്ക് ഈ ഉപ്പേരി എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ആദ്യം ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. വളരെ കുഞ്ഞായിട്ട് വേണം അരിയാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടില്ല. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 4-5 പച്ചമുളക്, കുറച്ച് ഉള്ളി, 2 വെളുത്തുള്ളി, കുറച്ച് ഉള്ളി ഒരു 1/4 ഭാഗം ഉള്ളി മതി കേട്ടോ, ഒരു വലിയ ഉള്ളിയുടെ. പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം. ചതച്ച് ഇതേപോലെ ആക്കിയെടുക്കണം, അല്ലാതെ പേസ്റ്റ് രൂപത്തിലൊന്നും ആവേണ്ട. ഇനി നമുക്ക് അടുപ്പിൽ ഒരു പാത്രം വെച്ച് അതിൽ കുറച്ച് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കൊരിത്തിരി ജീരകവും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് പൊട്ടിച്ചെടുക്കാം. ജീരകമൊക്കെ പൊട്ടി വരുമ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈ മസാലക്കൂട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാലക്കൂട്ട് ഇടുമ്പോൾ ഒന്ന് തീ കുറച്ച് വെക്കണത് നന്നാവും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പെട്ടെന്ന് അടി പിടിച്ചു പോകും ഈ ചതച്ച സാധനങ്ങളാവുമ്പോഴേ. അപ്പോൾ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് അത് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഈ പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടി പിടിക്കാതെ നോക്കണം. അടി പിടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോയി പോവും. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ പച്ചക്കറി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അതായത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചക്കറി കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. കാരണം ഇത് നമുക്ക് പെട്ടെന്ന് വെന്ത് പോകുന്ന പെട്ടെന്നൊരു കൊഴുപ്പ് പോലെ വരുന്നതും അടി പിടിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അധികം പൊടികളൊന്നുമില്ല, അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. നമുക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഇളക്കുമ്പോഴും തീ കുറച്ചൊന്ന് ഒരു മീഡിയം ആക്കി വെച്ചിട്ട് ഇളക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികമൊന്നും വേണ്ട, ഒരു 1/4 കപ്പ് വെള്ളം. പിന്നെ നിങ്ങൾക്കത് വെന്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അധികം വെള്ളമാകുമ്പം ഈ പച്ചക്കായൊക്കെ ആകെ കുഴഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ്. ഇപ്പം നമ്മുടെ ഉപ്പേരി കണ്ടോ, വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പം നമുക്കിതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിൽ വേറൊരു സാധനം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഈ സൈഡിൽ മാറ്റിയിട്ട് നമുക്കിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു കോഴിമുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഒറ്റ ഒരു കോഴിമുട്ട. എന്നിട്ട് നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ആദ്യം നമുക്ക് ഈ കോഴിമുട്ട മാത്രം ഒന്ന് അതിൻ്റെ ഇതാക്കി കൊടുക്കാം കേട്ടോ. കാരണം വല്ലാതെ വലിയ കഷ്ണങ്ങളായിട്ടുള്ള കോഴിമുട്ട പീസൊന്നും വേണ്ട. നമുക്ക് ഈ ഇതിൻ്റെ കൂടെ തന്നെയായിട്ട് കോഴിമുട്ട ഇതിലുണ്ടെന്ന് അറിയാത്ത രീതിയിലാണ് നമ്മൾ ഈ ഉപ്പേരി ഉണ്ടാക്കുന്നത്. ഇപ്പം ഇത് ഒന്നൊരു ടൈറ്റായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ പച്ചക്കറി എല്ലാം കൂടി ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനത് മിക്സ് ചെയ്യുന്നത് കാണിച്ചിട്ടില്ല, കാരണം എനിക്കത് ക്യാമറ പിടിച്ചിട്ട് ഇളക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, നന്നായിട്ടത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉപ്പേരി തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഇതേ രീതിയിൽ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണേ.